ലോകത്തിൻ പാപം നീക്കിടുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപം നീക്കിടുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഹാലേലു 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 ഹാലേലൂയാ പാടിടാം ദൈവത്തിൻ കുഞ്ഞാടിനെ. ആരാധന പാടാം, ആരാധന പാടാം, ആരാധന പാടിടാം ദൈവത്തിൻ കുഞ്ഞാടിനെ. ഞങ്ങൾക്കു വേണ്ടി രക്തം വിയർത്ത ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി പരീക്ഷിക്കപ്പെട്ട ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങൾക്കു വേണ്ടി ഒറ്റിക്കൊടുക്കപ്പെട്ട ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, തൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്ന ഈശോയെ നോക്കി സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവായ ക്രിസ്തു ദിവ്യകാരുണ്യമായി അവൻ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, ഇന്നിൻ്റെ നമ്മുടെ അവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ സമയം നമുക്ക് സമർപ്പിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. തെസലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിലൂടെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തും, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആരാധനയുടെ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ഭവനത്തെ, ഭവനാംഗങ്ങളെ, മക്കളെ, ജോലി മേഖലകളെ, നമ്മളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണോ ആ പ്രശ്നങ്ങളെ, രോഗികളായി കഴിയുന്നവരെ, രോഗപീഠകളെ, വിവാഹ തടസ്സങ്ങളിൽ കഴിയുന്നവർ ആ തടസ്സങ്ങളെ, വസ്തു വിൽക്കാനുള്ള തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർ ആ മേഖലകളെ, ഏത് മേഖലയിലാണോ നിന്റെ മനസ്സിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്നത് അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ സമയം നമുക്ക് കൊടുക്കാം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 17-ാം തിരുവചനം, ദൈവാത്മാവ് പറയും, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. ഹെബ്രായർ 11:6 പറയുന്നുണ്ടല്ലോ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല.
എളിമ നിറഞ്ഞ ഹൃദയത്തോടെ, വിശ്വാസം നിറഞ്ഞ കരങ്ങളോടെ, മനസ്സോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. കരമുയർത്തി നമ്മുടെ കുടുംബം ഒരു ദേവാലയമായി മാറട്ടെ. ദൈവസ്തുതി കുടുംബങ്ങളിൽ ഉയരുമ്പോൾ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളിൽ മാറ്റം വരും. നമ്മൾ ആയിരിക്കുന്ന മുറികളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ സമയം ദൈവശക്തി നമ്മുടെ മുറികളിൽ വ്യാപരിക്കും. സാഹചര്യങ്ങൾ മാറും, വ്യക്തികൾ മാറും. വിശ്വാസത്തോടെ അവിടത്തെ ആത്മാവിൽ ഐക്യപ്പെട്ട് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി, നന്ദി, നന്ദി. ഈശോ, ഈശോയേ ആരാധന. പിതാവേ നന്ദി, ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഈശോയെ, അനുദിനം രോഗത്താൽ വലയുമ്പോൾ, അനാഥത്വത്തിന്റെ നൊമ്പരം ജീവിതത്തെ വിഴുങ്ങുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, തിരസ്കരണത്തിന്റെ അനുഭവങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ, അപമാനിതരാകുമ്പോൾ, ആരുമില്ല എന്ന് തോന്നുമ്പോൾ ദൈവത്തോട് ഹൃദയം മന്ത്രിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കണ്ണുനീരെന്ന് മാറും? ഈ നൊമ്പരം എന്ന് തീരും? ജനിച്ച നാൾ മുതൽ കയ്പുനീര് മാത്രം കുടിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ളവരുണ്ട് ഈശോയെ. കുടുംബങ്ങളിൽ കണ്ണുനീർ മാത്രം ഒഴുക്കുന്നവരുണ്ട് ഈശോയെ. ആരാലും അറിയപ്പെടാതെ ദൈവം നൽകിയ കുരിശുകളെ ചങ്കോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ ഈശോയെ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 2 തിമോത്തിയോസ് 3:12 വചനം നമ്മെ ഓർമ്മപ്പെടുത്തും: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 45-ാം തിരുവചനത്തിൽ വീണ്ടും ദൈവാത്മാവ് വചനത്തിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തും: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. ഈശോയെ, ജീവിതത്തിന്റെ ഞെരുക്കുന്ന അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ,
ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഉയർന്നു വരുമ്പോൾ നീ തന്നെ കടന്നു വരണം ഈശോയെ. ക്യാൻസർ രോഗത്താൽ വിഷമിക്കുന്നവര്, മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര്, പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങളാൽ ജീവിതത്തിൽ നിരാശ പൂണ്ടിരിക്കുന്നവര്, യൗവന കാലഘട്ടത്തിൽ തന്നെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവര്, അപകടങ്ങളിൽ പെട്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവര്, കർത്താവെ കണ്ണുനീരോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുണ്ടല്ലോ. കർത്താവെ തകർച്ചയുടെ വക്കിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവരുണ്ടല്ലോ. നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, നീ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത സകല മേഖലകൾക്കും ചോദ്യങ്ങൾക്കും ഈശോയെ നീയാണ് ഉത്തരം. നിന്റെ സാന്നിധ്യമാണ് ബലപ്പെടുത്തേണ്ടത്. കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ ആരാധിക്കുന്നു. അത്ഭുതകരമായ ശക്തി ഈ സമയം ഭവനങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. അന്ധകാരം നീങ്ങിപ്പോകട്ടെ. നിരാശ വിട്ടുമാറട്ടെ. യേശുവിന്റെ സാന്നിധ്യത്താൽ കുടുംബത്തിലെ മുറികളും കുടുംബാംഗങ്ങളും ഈ സമയം നിറയപ്പെടട്ടെ. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഏകാന്തതയിലായിരിക്കുന്നവർ പുതുജീവൻ പ്രാപിക്കട്ടെ. സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. കാറ്റേറ്റു തളരാതെ കഴുകൻ വീണ്ടും ഉയരത്തിൽ പറക്കും. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അതുപോലെ ഞാനും സഹനക്കാറ്റിൽ കൃപയുടെ ആകാശത്തുയർന്നിടുമേ. അങ്ങെനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനാ കരുണാമയ നിന്റെ കൃപയേകണേ. തളരാതിരിക്കട്ടെ മേലിൽ തളരാതിരിക്കട്ടെ മേലിൽ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നാം കേൾക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചനങ്ങളാണ്. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്നൊരു കിറേനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? സഹോദരീ സഹോദരന്മാരെ, കർത്താവ് ചില ജീവിതങ്ങളോട് പെരുമാറുന്ന വിധം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു വേള കുരിശാണെന്ന് തോന്നിയാലും
കയ്പാണെന്ന് തോന്നിയാലും, ദൈവം ഉപേക്ഷിച്ചു എന്ന് തോന്നിയാലും, കാലാന്തരത്തിൽ തലമുറകൾക്ക് അത് അനുഗ്രഹ കാരണമാകും. ഇതാണ് കിറേനക്കാരൻ ശിമയോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അന്നും പ്രഭാതത്തിൽ പതിവ് പോലെ വയലിലേക്ക് പോയതാണ് ഈ കിറേനക്കാരൻ ശിമയോൻ. തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നത്തിൽ പോലും ശിമയോൻ ചിന്തിച്ചില്ല തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപമാനത്തിൻ്റെ ചിഹ്നമായ കുരിശ് ഈ നസറായൻ്റെ തോളിൽ നിന്ന് തനിക്ക് ചുമക്കേണ്ടി വരുമെന്ന്. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാർക്ക് കരഗതമാകാതിരുന്ന അസുലഭ ഭാഗ്യമാണ് ഈ കിറേനക്കാരൻ ശിമയോനെ തേടിയത്. 12 ശിഷ്യന്മാരിൽ ഒരുവൻ പോലും പീഡാസഹന നിമിഷങ്ങളിൽ കാൽവരിയിലേക്കുള്ള ഈശോയുടെ യാത്രയിൽ ഈശോയുടെ കുരിശ് ചുമക്കാൻ സഹായിക്കാൻ ഇടവന്നതായി നാം വായിക്കുന്നില്ല. എന്നാൽ പെടുന്നനെ വീണ് കിട്ടിയ അവസരം പോലെ ഈ കിറേനക്കാരൻ ശിമയോന് ആ ഭാഗ്യം കൈവന്നു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കും: അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന കിറേനക്കാരനെ, അടുത്ത വചനം ശ്രദ്ധേയമാണ്, പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. സ്വമനസാലെ ഈശോയുടെ കുരിശ് ഏറ്റെടുത്തവനല്ല ശിമയോൻ. അതിന് കാരണമുണ്ട്. കുരിശ് അപമാനത്തിൻ്റെയും, കുരിശ് ഒരു മനുഷ്യൻ ശപിക്കപ്പെട്ടതിൻ്റെയും അടയാളത്തിൻ്റെ ചിഹ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിമയോൻ സ്വമനസാലെ അത് എടുക്കത്തില്ല. ഒരുപക്ഷെ സ്വർഗത്തിലെ പിതാവിന് അതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ്റെ വഴിയിൽ മാത്രം കണ്ടുമുട്ടുന്ന ഈ ശിമയോനെ പടയാളികളിലൂടെ സ്വർഗത്തിലെ ദൈവം കുരിശെടുക്കാൻ നിർബന്ധിക്കുന്നത്. ഈ ശിമയോന്റെ അനുഭവം നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില വേളകളിൽ സംജാതമാകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ജോലികൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ചില നിയോഗങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എന്ന് വച്ചാൽ ദൈവം 2 രീതിയിലാണ് മനുഷ്യരെ തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നിർബന്ധിക്കുന്നത്. ഒന്ന്, അവിടുന്ന് വ്യക്തികളിലൂടെ നിർബന്ധിക്കും. ചില വ്യക്തികളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവമായ കർത്താവ് നമ്മളെ നിരന്തരം നിർബന്ധിച്ചു കൊണ്ടിരിക്കും. അതിന് നല്ല ഉദാഹരണമാണ് ഈ ശിമയോന്റെ ജീവിതം. പടയാളികളാണ് ഇവിടെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത്. പടയാളികൾ വെറുതെ അല്ല നിർബന്ധിക്കുന്നത്, അവനെ പിടിച്ചു നിർത്തി എന്നാ പറയുക. പിടിച്ചു നിർത്തി യേശുവിന്റെ കുരിശ് വച്ച് കൊടുത്തിട്ട് പറഞ്ഞു, പിന്നാലെ പോ. ചിലപ്പോ പിടിച്ചു നിർത്തി നമ്മളെ ചില കാര്യങ്ങൾ ചിലരെ നിർബന്ധിച്ച് ചെയ്യിക്കും. ആ സമയത്ത് അത് നമുക്ക് തോന്നും വലിയ സഹനമാണെന്ന്, വലിയ വേദനയാണെന്ന്. ഒരു മകൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അവൻ +2 കഴിഞ്ഞു. അവൻ ആഗ്രഹം അഡ്വക്കേറ്റ് ആകാൻ പഠിക്കാനാണ്. പക്ഷേ അവൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. മകനെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അവനെ പിടിച്ചു നിർത്തി നിർബന്ധിച്ച് വേറെ വിഷയം പഠിപ്പിച്ചു. അവൻ പഠിച്ചു. പക്ഷെ കാലാന്തരത്തിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: അച്ഛാ, ഈ +2 കഴിഞ്ഞ് എന്നെ നിർബന്ധിച്ച് അപ്പൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ, ചില കാര്യങ്ങൾ തിരുത്തലായി എൻ്റെ ജീവിതത്തിൽ തന്നപ്പോൾ അത് വലിയ കയ്പായി, സഹനമായി എനിക്ക് തോന്നി. എന്തിന്? അപ്പൻ പോലും ജീവിതത്തിൽ വലിയ കുരിശായിട്ട് എനിക്ക് തോന്നി. പക്ഷേ കാലാന്തരത്തിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, അന്ന് അപ്പനെടുത്ത തീരുമാനമായിരുന്നു ശരി എന്ന്.
ഒരു വേള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മുടെ മാതാപിതാക്കള് പൂർവികര് പറഞ്ഞു തന്ന പല കാര്യങ്ങളും അന്ന് കയ്പായിരുന്നെങ്കിലും ഇന്ന് നന്മയ്ക്കായിരുന്നു. ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അന്ന് അതനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കുറെ കൂടി അനുഗ്രഹിക്കപ്പെട്ടിരുന്നേനെ. ഒരു പക്ഷെ വികാരിയച്ഛനിലൂടെയാകാം, ഒരു പക്ഷേ നമ്മുടെ മേലധികാരികളിലൂടെയാകാം, എന്തിന് നമ്മുടെ കുടുംബാംഗങ്ങളിലൂടെ പോലും ദൈവം ചില കാര്യങ്ങൾ നിർബന്ധിക്കും. യുവതി യുവാക്കളുണ്ട്, കുട്ടികളുണ്ടെങ്കിൽ അറിയാം, പള്ളിയിൽ പോകാൻ മാതാപിതാക്കൾ നിർബന്ധിക്കും. സഹോദരങ്ങളെ, വ്യക്തികളിലൂടെ ദൈവം നമ്മളെ നിർബന്ധിക്കുമ്പോൾ അത് കാത് തുറന്ന് കേൾക്കണമെന്ന് ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കും, പൗലോസ് പറയുകയാണ്, അലക്സാണ്ടറിന്റെ ഭവനത്തിന് അഭിവാദ്യങ്ങൾ, റൂഫസിന്റെ ഭവനത്തിന് അഭിവാദ്യങ്ങൾ. ആരാണ്ട് ഈ അലക്സാണ്ടറും റൂഫസും? ശിമയോന്റെ മക്കളാണ്. അപ്പൻ കുരിശെടുത്തു, തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അന്ന് ശിമയോന് മനസ്സിലായില്ല രക്ഷകന്റെ കുരിശാണ് തന്റെ തോളിൽ ഇരിക്കുന്നതെന്ന്. സഹോദര സഹോദരി, ചില അവസ്ഥകൾ നിനക്ക് വലിയ ഭാരമുള്ളതായിട്ട് തോന്നും, പക്ഷേ നിത്യതയിൽ ഇതിനെ ഓർത്തായിരിക്കും നീ കണ്ണീർ പൊഴിക്കുന്നത്. ദൈവമേ, ആ അനുഭവം അത് എത്ര അനുഗ്രഹമായി മാറി. ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ, ചില അവസ്ഥകൾ അത് ദൈവം അനുവദിക്കുന്നതാണ്. അതിൻ്റെ ഫലം നിത്യതയിലാണ് നമുക്ക് മനസ്സിലാവുക. ശിമയോന് പിന്നീടാണ് മനസ്സിലായത് തനിക്ക് കിട്ടിയ ഭാഗ്യം എത്രയോ വലുത്. 2, ദൈവം ഒരു വ്യക്തിയിൽ ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ ആ വ്യക്തിയെ നിർബന്ധിക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടി. അത് നമ്മൾ കാണുന്നത് യോനായിൽ നമ്മൾ കാണുന്നുണ്ട്. യോനായെ ദൈവം വിളിക്കുന്ന സമയത്ത് യോന നിനവയിലേക്ക് പോകേണ്ടതിന് പകരം താർഷീഷിലേക്ക് പലായനം ചെയ്യും. ഉടനെ കപ്പലിൽ കയറുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകുന്നു, കപ്പല് തകരുമെന്ന ഘട്ടം വരുന്നു, കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്നു, തിമീങ്കലം വിഴുങ്ങുന്നു. നോക്കിയേ, സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ യോന നിർബന്ധിക്കപ്പെട്ടു ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ. എപ്പോഴും നമ്മൾ ഓർക്കണം, പ്രിയപ്പെട്ട സഹോദര സഹോദരി, സാഹചര്യം ഒരുക്കുന്നത് ദൈവമാണ്. സാഹചര്യത്തിൽ നിന്ന് ഓടി മാറാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ സാഹചര്യത്തെ ഒഴിവാക്കാൻ നോക്കും. കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടോ, ഉടനെ ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കുന്നതല്ല അതിൻ്റെ പരിഹാരം. സാഹചര്യങ്ങളെ അല്ല മാറ്റേണ്ടത്, ഞാനാണ് മാറേണ്ടത്. ഈശോ വരുമ്പോ സാഹചര്യത്തിന് മീതെ നടക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പി ലേഖനം 1:12 പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലോസ് ഇത് എഴുതുന്നത്. കാരണം പൗലോസിനറിയാം, ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇതിന് കാവല് നിൽക്കുന്ന ഭടന്മാരോടും പടയാളികളോടും കുടുംബങ്ങളോടും വചനം പറയാൻ ദൈവം ഈ സാഹചര്യത്തിലൂടെ എന്നെ നിർബന്ധിക്കുകയാണ്. ഈ ആരാധനയുടെ മണിക്കൂറിൽ 2 കാര്യങ്ങൾ നമ്മൾ ആത്മശോധന ചെയ്യണം. എൻ്റെ കുടുംബത്തിന് ഒരു സാഹചര്യമുണ്ട്, ഈ സാഹചര്യത്തിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ചില വ്യക്തികളിലൂടെ ദൈവം എന്നെ ചില കാര്യങ്ങൾ നിർബന്ധിക്കുമ്പോൾ, ചിലപ്പോൾ കുമ്പസാരിക്കാനായിരിക്കാം, ചിലപ്പോൾ വചനം കേൾക്കാനായിരിക്കാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരുത്താനായിരിക്കാം. ഞാൻ അതിനോട് എങ്ങനെയാണ് പ്രത്യുത്തരിക്കുന്നത്? ഇത് 2ഉം സഹനമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? 2 തരത്തിൽ സഹനമുണ്ട്. നമ്മൾ സൃഷ്ടിക്കുന്നത്, ദൈവം അനുവദിക്കുന്നത്. ദൈവം അനുവദിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കൃപ സമം സഹനം. അത് നിത്യതയിലാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. സഹോദരീ സഹോദരന്മാരെ, ഈ സമയം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. 2 കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ജീവിതത്തിൻ്റെ വേദനകൾ വലിയ ഭാരമായി നമുക്ക് തോന്നുന്നത് ഈശോ ഇല്ലാത്ത നിമിഷങ്ങളിലാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളെ പുൽകുമ്പോൾ ക്യാൻസർ രോഗം വലിയ സഹനമല്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ, രോഗപീഠകളൊന്നും രോഗപീഠകളല്ല.
കാരണം അവൻ കടന്നു വരുമ്പോൾ നമ്മുടെ മുറിവുകളെല്ലാം തിരുമുറിവുകളായി മാറുന്നില്ലേ? കരമുയർത്തി ജീവിതത്തിൻ്റെ എല്ലാ സഹന അനുഭവങ്ങളെയും ഈ ആരാധനയുടെ മണിക്കൂറിൽ പിതാവായ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നീ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ സുഖപ്പെടുത്തുക. നീ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബലപ്പെടുത്തുക. ഇറ്റ്സ് നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ ബി ഡൺ. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. നിശബ്ദമായൊരു പ്രാർത്ഥനയോടെ രണ്ട് കരവും ഉയർത്തി നമ്മൾ അവിടത്തെ ഇപ്പോൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, നന്ദി, 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 നന്ദി. യേശുവേ, ആരാധന, 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 ആരാധന. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകുന്ന നേരം, എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. രണ്ട് കരങ്ങളും മാറോട് ചേർത്ത് ഈശോയെ നോക്കി. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കഴിയുമെങ്കിൽ ഈ സമയം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. രണ്ട് കരവും നമുക്ക് കൂപ്പാം. കണ്ണുകൾ ഈശോയിൽ നമുക്ക് ഉറപ്പിക്കാം. എല്ലാ സഹനങ്ങളെയും ഓർത്ത്, ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളെ ഓർത്ത്, അവയ്ക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട്, അവയെല്ലാം കൃപയ്ക്ക് കാരണമാകും. പത്രോസ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനത്തിലൂടെ ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. നിശബ്ദതയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, നിയോഗങ്ങളെല്ലാം കൊടുക്കുന്നു. അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ,
സദയം തൊടേണേ സുഖമായിടും എൻ്റെയുള്ളം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.